റാങ്ക് പട്ടിക റദ്ദാക്കൽ, ഗുജറാത്തിലെ പാലം തകർച്ച. നോക്കാം ഇന്നത്തെ സമഗ്രമായ വാർത്തകൾ. നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഞാൻ വിസ്മയ. പ്രധാന തലക്കെട്ടുകളിലേക്ക്. കീം റാങ്ക് പട്ടിക ഹൈക്കോടതി റദ്ദാക്കി അപ്പീൽ നൽകി സർക്കാർ. ഗുജറാത്തിലെ വഡോദരയിൽ പാലം തകർന്ന് 14 മരണം, 6 പേരെ ഇനിയും കണ്ടെത്താനായില്ല. സംസ്ഥാനത്ത് 11 വരെ കനത്ത മഴയെന്ന കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. നിപ്പ സമ്പർക്ക പട്ടികയിലുണ്ടായിരുന്ന സ്ത്രീ മരിച്ചു, പരിശോധനാ ഫലം നെഗറ്റീവ്. ഡൽഹിയിൽ ഭൂചലനം, പ്രഭവ കേന്ദ്രം ഹരിയാന. PSG ക്ലബ് കരുത്തനായ റയൽ മാഡ്രിഡിനെ തകർത്ത് ഫുട്ബോൾ ഫൈനലിൽ. ചെൽസി എതിരാളികൾ. വാർത്തകൾ വിശദമായി. കേരള എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ ആൻഡ് മെഡിക്കൽ എൻട്രൻസ് റാങ്ക് പട്ടിക റദ്ദാക്കിയതിനെതിരെ സംസ്ഥാന സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി. ഏത് ബോർഡിന് കീഴിലും +2 പാസ്സായാലും പ്രവേശന പരീക്ഷ മാർക്കിനെ ബാധിക്കാതിരിക്കാനുള്ള ഏകീകരണ പ്രക്രിയയുടെ ഭാഗമായാണ് ഭേദഗതി കൊണ്ടുവന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ അപ്പീൽ നൽകിയത്. റാങ്ക് ലിസ്റ്റിന് 1 മണിക്കൂർ മുമ്പുള്ള പ്രോസ്പെക്ടസ് മാറ്റം നിയമവിരുദ്ധമെന്നും പുതിയ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സർക്കാർ നൽകിയ അപ്പീൽ ഇന്ന് പരിഗണനയിൽ. ഗുജറാത്തിലെ വഡോദര, ആനന്ദ് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന മഹിസാഗർ നദിയുടെ കുറുകെയുള്ള പാലം ഇന്നലെയാണ് തകർന്നത്. 14 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. എന്നാൽ 6 പേരെ ഇനിയും കണ്ടെത്താനായില്ല. പാലത്തിൽ നിന്ന് നദിയിലേക്ക് വീണ 4 വാഹനങ്ങളിലുള്ളവരാണ് അപകടത്തിൽപ്പെട്ടത്. അപകട കാരണം കണ്ടെത്താൻ 4 അംഗ സംഘത്തെ നിയമിച്ചു. കേരളത്തിൽ ഇന്നു മുതൽ അടുത്ത 5 ദിവസത്തേക്ക് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഹാരാഷ്ട്രൻ തീരം മുതൽ ഗോവ തീരത്തോട് ചേർന്ന് ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നതായും 11 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴ ഉണ്ടാകുമെന്നും സ്ഥിരീകരിച്ചു. ഈ ദിവസങ്ങളിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. MG യൂണിവേഴ്സിറ്റി പുല്ലരിക്കുന്ന് ക്യാമ്പസിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസത്തിൽ അഡ്മിഷൻ തുടരുന്നു. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി MG യൂണിവേഴ്സിറ്റിയുടെ പുല്ലരിക്കുന്ന് ക്യാമ്പസിൽ കേരള സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ് സ്റ്റഡീസിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസത്തിൽ PG പ്രോഗ്രാമിന് അപേക്ഷ ക്ഷണിക്കുന്നു. ബിരുദമാണ് യോഗ്യത. MG യൂണിവേഴ്സിറ്റി ക്യാപ്പിലൂടെയും CPASലൂടെയും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.icjkottayam.com ഉടൻ സന്ദർശിക്കുക. നിപ്പ സമ്പർക്ക പട്ടികയിലായിരിക്കെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ മരണപ്പെട്ട സ്ത്രീയുടെ സ്രവ പരിശോധനാ ഫലം നെഗറ്റീവ്. ഫലം നെഗറ്റീവ് ആയതോടെ മൃതദേഹം സംസ്കരിക്കുന്നതിനുൾപ്പെടെ ആരോഗ്യവകുപ്പ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീക്കി. നിപ്പ ബാധിച്ച് മരണപ്പെട്ട മങ്കട സ്വദേശിയായ 18-കാരിയോടൊപ്പം തീവ്ര പരിചരണ വിഭാഗത്തിലുണ്ടായിരുന്ന പരപ്പനങ്ങാടി സ്വദേശിനിയാണ് മരണപ്പെട്ട 78-കാരി. ഡൽഹി NCRൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 4.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ഉണ്ടായത്. കൂടുതൽ വിവരങ്ങൾക്കായി നമ്മുടെ പ്രതിനിധി കൃഷ്ണേന്ദു ചേരുന്നു. കൃഷ്ണേന്ദു, എന്തൊക്കെയാണ് നിലവിലെ സ്ഥിതിഗതികൾ? വിസ്മയ, ഡൽഹിയിലെ NCR മേഖലയിലാണ് ഇന്ന് രാവിലെ 9:04 ഭൂചലനം രേഖപ്പെടുത്തിയത്. റിക്ടർ സ്കെയിലിൽ 4.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം സമീപ പ്രദേശങ്ങൾ ഉൾപ്പെടെ നോയിഡ ഉൾപ്പെടെയുള്ള സമീപ പ്രദേശങ്ങളിൽ ഇന്ന് രാവിലെ അനുഭവപ്പെട്ടു. ആളപായമോ നാശനഷ്ടമോ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. 10 കിലോമീറ്റർ ആഴത്തിലുള്ള ഭൂകമ്പമാണ് ഉണ്ടായത്. അത് നോയിഡ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുകയുണ്ടായി. ഇതിന്റെ പ്രഭവ കേന്ദ്രം ഇപ്പോൾ നിലവിൽ റിപ്പോർട്ടുകൾ പ്രകാരം വരുന്നത് ഏകദേശം 51 കിലോമീറ്റർ ഡൽഹിയിൽ നിന്ന് 51 കിലോമീറ്റർ ദൂരെയുള്ള പടിഞ്ഞാറെ ഹരിയാനയിലെ ജജാറിൽ നിന്നാണെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. വിസ്മയ. ശരി, കൃഷ്ണേന്ദുവാണ് വിവരങ്ങൾ നൽകിയത്. കരുത്തനായ സ്പാനിഷ് ക്ലബ് റയൽ മാഡ്രിഡിനെ തകർത്ത് ഫ്രഞ്ച് ക്ലബ് PSG ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ. സെമി ഫൈനലിൽ ഏകപക്ഷീയമായ 4 ഗോളുകൾക്കാണ് റയൽ മാഡ്രിഡിനെ PSG തോൽപ്പിച്ചത്. ഫൈനലിൽ ഇംഗ്ലീഷ് ക്ലബ് ചെൽസിയാണ് PSGയുടെ എതിരാളികൾ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഈ റാങ്ക് പട്ടിക ഹൈക്കോടതി റദ്ദാക്കി അപ്പീൽ നൽകി സർക്കാർ. ഗുജറാത്തിലെ വഡോദരയിൽ പാലം തകർന്ന് 14 മരണം, 6 പേരെ ഇനിയും കണ്ടെത്താനായില്ല. സംസ്ഥാനത്ത് 11 വരെ കനത്ത മഴയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. നിപ്പ സമ്പർക്ക പട്ടികയിലുണ്ടായിരുന്ന സ്ത്രീ മരിച്ചു, പരിശോധനാ ഫലം നെഗറ്റീവ്. ഡൽഹിയിൽ ഭൂചലനം, പ്രഭവ കേന്ദ്രം ഹരിയാന. PSG ക്ലബ് കരുത്തനായ റയൽ മാഡ്രിഡിനെ തകർത്ത് ഫുട്ബോൾ ഫൈനലിൽ. ചെൽസി എതിരാളികൾ. ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി.